പാതിവില തട്ടിപ്പിൽ പ്രൊമോട്ടർമാരെയും കേസിൽ പ്രതിചേർക്കണമെന്നാവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായവർ കളക്ടർക്ക് പരാതി നൽകി. പോലീസ് തങ്ങളുടെ പരാതിയിൽ കേസെടുക്കുന്നില്ലെന്നാണ് ഇരകളുടെ ആക്ഷേപം. അനന്തുകൃഷ്ണന്റെ അക്കൗണ്ട് തടഞ്ഞുവെച്ചത് അറിഞ്ഞിട്ടും പ്രൊമോട്ടർമാർ പണം പിരിച്ചത് തട്ടിപ്പ് നടത്തണമെന്ന ഉദ്ദേശത്തോടെയാണെന്നും പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിൽ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന ആരോപണം ഉയർത്തിയാണ് തട്ടിപ്പിന് ഇരയായവർ കളക്ടർക്ക് പരാതി നൽകിയത്. തങ്ങളെ ചതിയിൽപ്പെടുത്തിയത് പ്രാദേശിക പ്രൊമോട്ടർമാരാണ്. സീഡിന്റെ പേരിൽ തങ്ങളെ സമീപിച്ച് പണം നൽകാൻ ആവശ്യപ്പെട്ടവരെയും കേസിൽ ഉൾപ്പെടുത്തണമെന്നും പണം നൽകിയവർ ആവശ്യപ്പെട്ടു. നമ്മളെ പരാതി എന്ന് വെച്ചാൽ നമുക്ക് ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവരെ അറിയില്ല. നമ്മൾ ചേർത്തത് ഇവരാണ്, കോർഡിനേറ്ററും പ്രൊമോട്ടർമാരാണ് നമ്മളെ ചേർത്തിട്ടുള്ളത്. അവർക്കെതിരെ പോലീസിന് അവർ പറയുന്നത് അവർക്കെതിരെ എടുക്കാൻ പറ്റില്ല, അവരുടെ അക്കൗണ്ടിൽ ക്യാഷുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അന്ന സമയത്ത് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അതിനുശേഷമാണ് ഈ ഒരു ഫോണിൻ്റെ സ്കീം നമ്മൾ അറിഞ്ഞത്. അതൊക്കെ കൊടുത്തത് കോർഡിനേറ്റർമാരുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവർ അറിഞ്ഞും കൊണ്ട് നമ്മളെ പറ്റിക്കയത്. ഈ 5 മാസം മുമ്പിൽ ഫ്രീസ് ചെയ്തെന്ന് അവർ അറിഞ്ഞും കൊണ്ടാണ് വീണ്ടും ഒരു ഫോണിൻ്റെ സ്കീമും കൊണ്ട് വന്നിട്ടുള്ളത്. അതേ ഇത് തന്നെയാണ് മറ്റേ പാലക്കാടുള്ള പ്രമീള, പേരെനിക്ക് ഓർമ്മയില്ല, അവർ പറഞ്ഞത്. നമ്മൾ അറിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നിനും കൊടുത്തിട്ടില്ല. ഇവരറിഞ്ഞിട്ട് വീണ്ടും ഇവർ കൊടുത്തു. അനന്തുകൃഷ്ണനെ കണ്ടല്ല തങ്ങൾ പണം നൽകിയത്. നാട്ടുകാരായ ആളുകൾ പറഞ്ഞു വിശ്വസിപ്പിച്ചതിനാലാണ് പണം നൽകിയത്. അവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നാണ് തട്ടിപ്പിന് ഇരയായവർ ചോദിക്കുന്നത്. ഈ പ്രൊമോട്ടർമാർ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആൾ. ആണിക്കല്ല് മോഹനാണ്. നമ്മൾ ഈ ആനന്ദപത്മനാഭൻ എന്ന് പറയുന്ന ആളെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല ആരാണെന്ന്. അന്നേരം നമ്മൾ അയാളെ കണ്ടില്ല. അയാൾ വന്നിനി എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആരും കണ്ടിട്ടില്ല അയാളെ അക്കൗണ്ട് നമ്പറും നമുക്കറിയില്ല, ഒന്നും അറിയില്ല. ഇത് അറിഞ്ഞും കൊണ്ട് ഇവരെ നമ്മളെ പറ്റിക്കുക ചെയ്തേ. 300ഓളം പേർ ഒപ്പിട്ട പരാതിയാണ് കളക്ടർക്ക് നൽകിയത്. പാതിവില തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്താകെ ആയിരക്കണക്കിന് ആളുകളാണ് തട്ടിപ്പിനിരയായിട്ടുള്ളത്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന മുഴുവൻ ആളുകളെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നാണ് തട്ടിപ്പിനിരയായവർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യവുമായാണ് അവർ കളക്ടറെ കണ്ടത്. കണ്ണൂരിൽ നിന്ന് നിയമയുദ്ധവും തുടങ്ങാനുള്ള തീരുമാനത്തിലാണ് ഇവർ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.